സംശയനിഴലിൽ പിങ്കിയും ഗൗതവും അതേ പ്രേക്ഷകരെ നന്ദ എന്നേക്കുമായി ഇന്ദീവരത്തിന്റെ പടിയിറങ്ങുന്നു. അതേ കൂട്ടുകാരെ, എന്താ പറയാ, പതിവ് പോലെ നമ്മുടെ പിങ്കിയുടെ ആ ഒരു തീരുമാനം പോലെ തന്നെ നമ്മുടെ പിങ്കിയിലാട്ടോ നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞ് വളരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അതിന് സമ്മതിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ആവശ്യം നമ്മുടെ അനന്തരാവകാശിയാണ്. അപ്പൊ പിങ്കി അതിന് സമ്മതമായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പൊ നമ്മുടെ പിങ്കിയിൽ തന്നെ ആവട്ടെ, പിങ്കി ആകുമ്പോൾ ഇവിടുത്തെ ഒരു മരുമോളും ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ തന്നെ ആളാകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കെയർ ചെയ്യാലോ എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ നമ്മുടെ വല്യമ്മയുടെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും വരുമ്പോൾ എല്ലാവരും അതിനെ സമ്മതിക്കുകയാണ് പിങ്കി മതി എന്നുള്ളത്. പിന്നീട് നമ്മുടെ പിങ്കിയിൽ നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞ് വളർന്നു വരികയും പിന്നെ പിങ്കിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായി നമ്മുടെ ഇന്ദീവരത്തിന്റെ ചിന്ത കേട്ടോ. പിങ്കിയെ കൂടുതൽ സ്നേഹിക്കണം, പിങ്കിക്ക് വളരെ ശ്രദ്ധ കൊടുക്കണം, പിങ്കിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് വേണ്ട പലതിനും മുൻഗണന കൊടുക്കുകയാണ് നമ്മുടെ ഇന്ദീവരം കുടുംബോട്ടം. നമ്മുടെ നന്ദയെ ആരും തന്നെ എന്താ പറയാ മൈൻഡ് ചെയ്യാത്തൊരു നിമിഷങ്ങൾ കേട്ടോ. കാരണം നന്ദയുടെ കുഞ്ഞാണ് പിങ്കിയിലെങ്കിൽ പോലും പിങ്കിയാണല്ലോ അതിനെ വളർത്തി തന്റെ ഉള്ളിലാണല്ലോ, പിങ്കിയുടെ ഉള്ളിലാണല്ലോ ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിങ്കിക്കാണല്ലോ കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയിൽ നമ്മുടെ ഇന്ദീവരം കുടുംബക്കാരും നമ്മുടെ ഗൗതം ഉൾപ്പെടെ നമ്മുടെ പിങ്കിയെ തലയിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കും. പിങ്കിക്ക് വേണ്ട കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നു, പിങ്കിക്ക് ആ ഒരു പിങ്കിയെ സ്നേഹിക്കുന്നു, കൂടുതലായിട്ട് പിങ്കിയോട് കൂടുതൽ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ പതുക്കെ നമ്മുടെ ഗൗതവും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നന്ദയ്ക്ക് കൂടുതൽ സങ്കടമായി. ഗൗതം സാറും പിങ്കിയുമായിട്ട് ഇങ്ങനെ കൂടുതൽ അടുക്കുകയാണല്ലോ. അപ്പൊ ഞാനാണ് ഇവിടുത്തെ അധികപ്പറ്റ അല്ലേ, എനിക്കാണല്ലോ പ്രസവിക്കാൻ സാധിക്കാത്തത്, ഗൗതം സാറിന്റെ കുഞ്ഞ് സേഫ് ആയിട്ട് പിങ്കിക്കുള്ളിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ശേഷം ഇതിക്ക് മുമ്പ് ഒരു ദിവസം ഇതേപോലെ രാവിലെ ആരോടും പറയാതെ അന്ന് നമ്മുടെ ഗൗതമിനോടെങ്കിലും പറഞ്ഞിരുന്നു. പക്ഷെ ഇത്തവണ ആരോടും പറയാതെ എന്താ പറയാ നന്ദയുടെ നാട്ടിലേക്ക് തിരികെ പോകുന്നൊരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ഗൗതം പുറകെ പോയി വിളിക്കുമായിരിക്കും. നന്ദ എന്തെങ്കിലും മുട്ടായിട്ടൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാനായിരിക്കും സാധ്യത. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ, നമ്മുടെ നന്ദയും ഗൗതവും എന്നേക്കുമായി പിരിയാൻ പോകുന്നൊരു നിമിഷങ്ങളായിരിക്കുമോ വരാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.